പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു മോര് കാച്ചാവേ. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. നമുക്ക് അതിനായി വേണ്ട സാധനങ്ങൾ ഇച്ചിരി ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 മുളക്, പിന്നെ കടുക് വറുക്കാനായിട്ടുള്ള ചുവന്ന മുളക്, പിന്നെ നമ്മുടെ മോര്, പിന്നെ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പറയാവേ. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇടാം, അല്പം ചുവന്നുള്ളി ഇടാം, നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് വിളർച്ച പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അത്ര ഗുണമുണ്ട്. നമ്മുടെ ഈ അലുമിനിയം സ്റ്റീലും ഒക്കെ പാത്രങ്ങളും നോൺ സ്റ്റിക്ക് അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എങ്കിലും നമ്മൾ വല്ലപ്പോഴും ഈ ഇരുമ്പ് ചീനച്ചട്ടിയും ഉപയോഗിക്കണേ. നമുക്കിനി ഉണക്കമുളകും നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറിവേപ്പില നല്ലവണ്ണം നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാമെങ്കിൽ ആളൊരു നിസ്സാരക്കാരനല്ല. കറിവേപ്പില എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളായ എല്ലാ തരം ഇതിനും നമുക്കൊരു മരുന്ന് തന്നെയാണ് നമ്മൾ കറിവേപ്പില. അത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണേ. ഇനി നമ്മൾ പൊടികളൊക്കെ ഇടാവേ. ആദ്യം നമുക്കതിന് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരല്പം മുളക് പൊടി, ഒരു നിറത്തിന് വേണ്ടിയാണ്. നമ്മൾ ആ ഒരു മോരിനകത്ത് നമ്മളൊരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതേ നിറങ്ങുന്ന മതി. ഒരു നിറത്തിന് വേണ്ടി നമ്മളൊരു ശകലം മുളക് പൊടി ഒന്ന് മൂക്കട്ടെ. പൊടികളെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി മോരൊഴിച്ച് കൊടുക്കാവേ. ഇനി നമ്മളെ ഇങ്ങനെ ഇളക്കി തന്നെ ഇരിക്കണം. ഇത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ട് ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഒരല്പം ഉപ്പ് ചേർക്കാവേ. ഇനി നമുക്കൊരു ഏറ്റവും മേമ്പടിയായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരാളെ ഒരു ശകലം മതിയെ ഉലുവാപ്പൊടി. ഇനി നമുക്കത് നമ്മൾ ചെറിയ തീയിലാണ്, ഈ ചെറിയൊരു ചൂട് മതി നമുക്കിതൊന്ന് ചൂടായി എടുക്കാനല്ല. നമ്മൾ തീ കൂട്ടത്തില്ല. ഇനിയിപ്പോൾ നമുക്കതിന് ശകലം ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. എല്ലാം കറക്റ്റാണ്. കാച്ചിയമോര്, നമ്മുടെ കാച്ചിയമോര് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സന്തോഷം.